അപ്പോൾ ഇനിയൊന്നും വേണ്ട. ഞങ്ങളുടെ ഏറ്റവും ഒരു ഡ്രീം ഹോമാണ് വില്ല വാനിയാന. അപ്പോൾ അത് ഡ്രീം കംസ് ട്രൂ എന്നൊക്കെ പറയില്ലേ, അതാണിപ്പോൾ. ഹായ്, ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഇരിഞ്ഞാലക്കുടിക്കടുത്ത് ഈസ്റ്റ് കോമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 16 സെൻസിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു 2500 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇതൊരു 4 ബെഡ്റൂം റെസിഡൻസ് ആണ്. ഒരു കണ്ടംപററി സ്റ്റൈലിൽ തന്നെ ചെറിയൊരു സ്ലോ പ്രൂഫിൻ്റെ എലമെൻ്റ് കൊടുത്ത് ഒരു എക്സ്പോസ്ഡ് ബ്രിക്ക് ക്ലാഡിങ്ങും, ബ്രിക്ക് തന്നെയാണ്, ക്ലാഡിങ് ആയിട്ടല്ല, എക്സ്പോസ്ഡ് ബ്രിക്ക് തന്നെയാണ്. ബ്രിക്ക്, ജാളി, കൂടുതലൊരു എത്തി കളേഴ്സിൻ്റെ ടോണൊക്കെ ഉള്ളൊരു വീടാണ്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു പഴയ കിണറുണ്ടായിരുന്നു. ഇതൊരു വലിയ കിണറായിരുന്നു, അപ്പോൾ നമ്മളത് ഷോർട്ടൻ ചെയ്തതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ നല്ല വെള്ളമൊക്കെ ഉള്ളതായിരുന്നു, അപ്പോൾ ഇതിനെ ഒഴിവാക്കി നിർത്തിയിട്ട് ബാക്കിലേക്ക് ഇറക്കിയിട്ടാണ് വീട് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ നിന്നാണ് നമുക്ക് നല്ലൊരു വ്യൂ ഉള്ളത്. അപ്പുറത്തും വേറെ വീടുള്ളതുണ്ട്, ഇപ്പുറത്തും വേറെ വീടുള്ളതുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നല്ല വിശാലമായ മുറ്റവും ഒക്കെ ആയിട്ടുള്ളൊരു വീടാണ്. നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പ്രൊജക്റ്റിൽ ഒരെണ്ണമാണ്. കാരണം ഇതിനകത്ത് കുറേ ഗ്രീൻ സ്പേസസും പിന്നെ ക്ലൈൻറ്റ് നല്ല ഫ്രീഡമൊക്കെ തന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അകത്താണെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ഒരു ക്യൂട്ട് എലമെൻറ്റ്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അകത്താണെങ്കിൽ നമുക്ക് ചെറിയ ഈ ഫ്രണ്ടിൽ കാണുന്ന ചെറിയൊരു ഇത് നമ്മുടെ ഒരു വെൻറ്റിലേഷൻ പോക്കറ്റാണ്. അപ്പോൾ ഇവിടുന്ന് എപ്പോഴും ഒരു സൗത്ത് വെസ്റ്റ് സൈഡാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എപ്പോഴും ഭയങ്കര ഹാഷായിട്ടുള്ള സൺലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത് അകത്തേക്ക് ഡയറക്റ്റ്ലി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോക്കറ്റ് കൊടുത്തിട്ട്, അപ്പോൾ അതിനകത്ത് കൂടെ ഗ്രീനറിയൊക്കെ വെച്ചിട്ട് അതിനകത്തുകൂടെ ആയിരിക്കും ഈ വിൻഡൊക്കെ അതിനകത്തേക്ക് വരുന്നത്. ലൈറ്റും ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് കയറിക്കുമ്പോൾ ശരിക്കും ഒരു കോട്ടിയാറിൻ്റെ ഫീലാണ് അതിന്. അങ്ങനത്തെ ഒരു സ്പേസ് നമുക്ക് അതിൻ്റെ ബാക്കിലും ഉണ്ട്, സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അകത്ത് നല്ലൊരു ആംബിയൻസ് ഉള്ള, ഇപ്പോൾ ചെടികളൊക്കെ വെച്ചിട്ടുള്ളൂ, ഈ ഒരു സീസൺ കഴിയുമ്പോഴേക്കും ഫുൾ ഫ്ലറിഷ് ചെയ്തിട്ട് ഭയങ്കര ഒരു ആംബിയൻസിൽ വരുന്നൊരു രീതിയിലാണ്. താഴെ നമ്മൾ ബാംഗ്ലൂർ സ്റ്റോണാണ്. പിന്നെ ഇവർ നാട്ടിലുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് മാത്രം ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ചെയ്തേക്കുന്നത്. ബാക്കി പേൾ ഗ്രാസും മിനിമലായിട്ട് മെയിൻറ്റൈനബിൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ് നമ്മൾ സൈഡിലതൊക്കെ ചെയ്തിട്ടുള്ളത്. ഫാബ്രിക്കേറ്റഡ് പോർച്ചാണുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ടെക്സ്ചർ പെയിൻ്റാണ്, ബ്ലാക്ക്, ജാളിയുണ്ട്, ബ്രിക്ക് ക്ലാഡിംഗ് ഉണ്ട്, GI ട്യൂബിലുള്ള ഹാൻഡ് റെയിൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഇതാണ് നമ്മുടെ ഒരു ഫീച്ചർ വാളായിട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ടെക്സ്ചർ ഉണ്ട്, എക്സ്പോസ്ഡ് ബ്രിക്ക് വന്നിട്ടുണ്ട്. അവിടെ സ്ലോ പ്രൂഫ് വിത്ത് ഷിംഗിൾസാണ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ. ഇതാണ് എക്സ്റ്റീരിയറിലുള്ള വിശേഷങ്ങൾ. വളരെ വിശാലമായിട്ട് ഇപ്പോൾ 2 കാറ് പാർക്ക് ചെയ്താലും ബാക്കി കാറുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള രീതിയിലാണ് അതിൻ്റെ എക്സ്റ്റീരിയർ വന്നിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ ഫാമിലി ലിവിങ് റൂം. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് എക്സിറ്റ് ഉണ്ട്. അവിടെ ഗ്രിൽ ഡോറാണ് വെച്ചിട്ടുള്ളത്. സ്ലൈഡിങ് ഗ്ലാസ് വിൻഡോ വെച്ചിട്ട് ഗ്രിൽ ഡോറാണ് വെച്ചിട്ടുള്ളത്. അതൊരു ഓപ്ഷണലായിട്ട് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ പാകത്തിന്. ഈ ഭാഗത്താണ് നമുക്ക് 2 ബെഡ്റൂംസ് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു പ്രൈവറ്റ് ഏരിയാസ് കംപ്ലീറ്റ് ഈ സൈഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം ഒരു പാസേജ് വെച്ചിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഭാഗത്ത് നമ്മുടെ എൻട്രൻസും ഫോമൽ ലിവിങ്ങും, അതിൽ നിന്ന് നമ്മൾ കയറിയിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നമ്മുടെ പ്രൈവറ്റ് സ്പേസസ് എല്ലാം. ഇവിടെ ഒരു പാഷ്യോ, ചെറിയൊരു സെമി ഔട്ട്ഡോർ കോർട്ട്യാർഡ് പോലെയുള്ളൊരു സംഭവം, ഗ്രീനറിയൊക്കെ വെച്ചിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ആ ഒരു കട്ടിങ്. അപ്പോൾ അതിൻ്റെ ഒരു വെൻറ്റിലേഷനുള്ള ഇത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രയർ യൂണിറ്റ്. ഈ ഭാഗത്ത് ഫോമൽ ലിവിങ്, അവിടെ നിന്നാണ് എൻട്രൻസ്. ഈ ഭാഗത്തേക്കാണ് നമ്മുടെ പാസേജ് ഉള്ളത്. ഈ ഏരിയയിലാണ് നമ്മുടെ ഡൈനിങ് ഏരിയ, മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്, ഡൈനിങ് വാഷ് ഏരിയ, ഓപ്പൺ കിച്ചൺ, ഇതൊക്കെ ഈ സൈഡിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ വീടിന് ഒരു ഓപ്പൺ കിച്ചൺ, ഒരു കിച്ചൺ അല്ല, ഇത് ആക്ച്വലി പാൻട്രിയാണ്. ഇതിനകത്ത് നമുക്ക് ഹുഡ് ഹോബൊന്നുമില്ല. പിന്നെ ഒരു വർക്കിംഗ് കിച്ചൺ, ചെറിയൊരു വർക്ക് ഏരിയ, അങ്ങനെയാണ് താഴത്തുള്ളത്. പിന്നെ താഴത്തൊരു ചെറിയ കോമൺ വാഷ്റൂമുണ്ട്. പിന്നെ മുകളിൽ നമുക്കൊരു അപ്പർ ലിവിങ്, 2 ബെഡ്റൂംസ്, ചെറിയൊരു ബാൽക്കണി സ്പേസ്. ഇതാണ് വീടിൻ്റെ ടോട്ടലി ഉള്ള ഏരിയ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം.
എൻ്റെ പേര് ഷൈൻ, ഇതെൻ്റെ ഭാര്യ മെറീന. ഞാൻ ഇൻഡിഗോ എയർലൈൻസിൽ ബാംഗ്ലൂർ എയർപോർട്ട് ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഭാര്യ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണലാണ്. നമുക്ക് ഈ വീട് എന്നുള്ള ഒരു എന്താ പറയുക, ഒരു സ്വപ്നം നമ്മൾ കുറേ കാലമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ 10-20 വർഷമായിട്ട് പുറത്താണ്. ഭാര്യ ആർമിയിലായതുകൊണ്ടും ഞാനും പുറത്തായി തന്നെയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ നമുക്ക് വീട് വെക്കുമ്പം അതിനെക്കുറിച്ച് ഒരുപാട് ഉത്കണ്ഠകളും ടെൻഷനുകളും നമുക്കുണ്ടായിരുന്നു. അത് എങ്ങനെ തുടങ്ങണം, ആരെ ഏൽപ്പിക്കണം എന്തെന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മൾ യൂട്യൂബിൽ ഷിൻഡോൻ്റെ ചാനൽ കാണുകയും ഒത്തിരി ചാനലുകൾ ഒരുപാട് വീടുകൾ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ട് ഷിൻഡോനെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. പിന്നീടാണ് നമ്മൾ ഒരുമിച്ച് അത് ഡിസ്കഷൻ ചെയ്ത് മെല്ലെ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷേ ഒരു സമയത്ത് പോലും ഇതിൻ്റെ വീട് തുടങ്ങുന്ന സമയത്ത് ഈ പ്ലോട്ടെല്ലാം സെറ്റ് ചെയ്യുന്നത് മുതൽ പ്ലോട്ട് വാങ്ങി ഞാൻ ഷിൻഡോനെ നേരെ അങ്ങ് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഷിൻഡോ പ്ലോട്ട്, ഈ ഷിൻഡോ ആണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതാണ് നമ്മൾ ഷിൻഡോനെ പറഞ്ഞ് ഏൽപ്പിച്ചത്. ഒരേ ഒരു ആവശ്യം മാത്രമേ ഷിൻഡോനോട് നമ്മൾ ഈ പ്ലോട്ട് വാങ്ങിച്ച് ഷിൻഡോനെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അവതരിപ്പിച്ചിരുന്നുള്ളൂ. അതായത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആയിരിക്കണം, അതല്ല ഒരു ടൈംലെസ് ഡിസൈൻ ആയിരിക്കണം. നമുക്കൊരു 10 വർഷം കഴിഞ്ഞ് കണ്ടാലും നമുക്ക് ഈ ഒരു ഡിസൈനിൽ നമുക്കൊരു മടുപ്പ് തോന്നരുത്. കാരണം നമ്മൾ ഈ നാട്ടിൽ വന്ന് ഇവിടെ സെറ്റിൽ ആവുന്നത് ചിലപ്പോൾ ഒരു 10 വർഷം 15 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം. തോന്നുന്നു ഈ എലവേഷൻ നമുക്ക് ആകെ ഒറ്റ ഡിസൈനേ ഷിൻഡോ തന്നുള്ളൂ. അതിൽ തന്നെ നമുക്ക് അപ്രൂവായി. കാരണം അത്രത്തോളം നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ഒരു, അല്ലെങ്കിൽ നമ്മളെന്താണോ മനസ്സിൽ കണ്ടിരുന്നത് ആ ഒരു ഡിസൈനാണ് ഷിൻഡോ നമുക്ക് തന്നത്. ഫസ്റ്റ് ഡ്രോയിങ്ങിൽ തന്നെ നമുക്കത് അപ്രൂവ് ആയിരുന്നു. അതുപോലെ തന്നെ ഓരോ ഇൻറ്റീരിയർ ഡിസൈനിങ് കാര്യങ്ങളാണെങ്കിലും ഓരോ റൂമിൻ്റെ ഡിസൈനിങ് ആണെങ്കിലെല്ലാം എനിക്ക് തോന്നുന്നു റിവിഷൻസ് 1-2 മാക്സിമം, അതിൽ കൂടുതൽ റിവിഷൻസ് ഉണ്ടായിട്ട് പോലുമില്ല. എല്ലാം കൊണ്ട് ഇച്ചിരി സമയം എടുത്തിട്ടാണ് നമ്മൾ പൂർത്തിയാക്കിയെങ്കിലും പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായിരുന്നു. കാരണം എന്താ പറയുക, നമ്മൾ ജസ്റ്റ് നമ്മുടെ മനസ്സിൽ എങ്ങനെയായിരുന്നത് അതുപോലെ തന്നെയുള്ള ഒരു വീട് തന്നെ നമുക്കത് ആയി കിട്ടി. ഒരാൾക്കും ഒരു കുറ്റം പറയാനില്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈനും ഒരു പെർഫെക്ഷനുമാണ്. എൻ്റെ ബ്രദറിലോ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ആളാണ്. ആൾ വന്നിട്ട് പറഞ്ഞത്, ഇത് കണ്ടിട്ട് പറഞ്ഞത് 100-ൽ 100 മാർക്കാണ്. ഇതിനകത്ത് ഇനി ഒന്നും കുറയ്ക്കാനില്ല. അത്രത്തോളം നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അതുപോലെ പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തത്. ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും അവർ വന്ന് നോക്കി അത് ചെക്ക് ചെയ്ത് അതിൻ്റെ കുറവുകൾ എന്താണെന്നുള്ളത് ഇമ്മീഡിയറ്റ് റെക്ടിഫൈ ചെയ്ത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ഷിൻഡോ തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ ഏരിയയിലും ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തു നിന്നുള്ള ഈ ഒരു ബെഡ്ഷീറ്റ് സെലക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റഗ് സെലക്ഷൻ ആണെങ്കിൽ പോലും എല്ലാം, ഈവൻ ഇൻറ്റീരിയർ പ്ലാൻസിൻ്റെ സെലക്ഷൻ ആണെങ്കിൽ പോലും നമുക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. എല്ലാം ഷിൻഡോൻ്റെ ടീമും ആണ് നമുക്കിത് ഫുള്ള് അവർ സെലക്ട് ചെയ്ത് എല്ലാം ഇപ്പോൾ സെറ്റ് ചെയ്ത് എല്ലാം തന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് താക്കോൽ വാങ്ങി അങ്ങ് കയറിയാൽ മതി, അത്രത്തോളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത്രത്തോളം നമുക്ക് സന്തോഷമായിട്ടും പെർഫെക്ഷനായിട്ടും നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ഒന്നും ചോദിച്ചിട്ടില്ല എന്താ ചെയ്യാൻ പോണേന്ന്. കാരണം ഷൈൻ പറഞ്ഞു ജസ്റ്റ് ട്രസ്റ്റ് മാത്രം കൊടുത്താൽ മതി, യു ഷുഡ് ട്രസ്റ്റ് ദം. അപ്പോൾ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ആ ഗ്രൂപ്പിൽ ഇങ്ങനെ നോക്കുമായിരുന്നു, ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അവസാനം ഒരു റിക്വസ്റ്റ് മാത്രമായിരുന്നു, ഞങ്ങൾക്ക് ലീവ് ഇനി പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. കാരണം May 9th അന്ന് ഷൈൻ്റെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് അന്ന് തന്നെ. പക്ഷേ May 9th ഏർലി മോർണിംഗ് എനിക്ക് വീട് വന്ന് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം പറ്റുമെന്ന്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഈ വീട്ടിലുണ്ട്. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൊളീഗ്സൊക്കെ വന്നിട്ട് പറഞ്ഞപ്പോൾ എനിക്കൊന്നും നോക്കേണ്ടി വന്നില്ല. ടേൺ കീ ബേസിസ് എന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ വീട്ടിൽ കണ്ടപ്പം ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു ടേൺ കീ ബേസിസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനിയൊന്നും വേണ്ട. ഞങ്ങളുടെ ഏറ്റവും ഒരു ഡ്രീം ഹോമാണ് വില്ല വാനിയാന. അപ്പോൾ അത് ഡ്രീം കംസ് ട്രൂ എന്നൊക്കെ പറയില്ലേ, അതാണിപ്പോൾ. താങ്ക് യു സോ മച്ച്. ഒത്തിരി നന്ദി ഷിൻഡോ സനീഷ് ടീമിന്, ഒത്തിരി നന്ദി. നമുക്ക് ആഗ്രഹിച്ച ഒരു വീട്, നമ്മളുടെ ഒരു സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിച്ച് തന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു.